കഴക്കൂട്ടത്ത് കൊച്ചിൻ റഹ്മാനിയെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴാണൊന്ന് വരാൻ പറ്റിയത്. മട്ടാഞ്ചേരിയിലെ അത്യാവശ്യം നല്ല ഫേമസ് ആയ ലോങ് റൈസിൻ്റെ ബിരിയാണി. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അവൈലബിൾ ആണ്. നോമ്പ് കാലമാണ്, ക്രിസ്മസിൻ്റെ ടൈമാണ് എന്നുള്ളതുകൊണ്ട് വെജിറ്റേറിയനായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരത്യാവശ്യം പോസ്റ്റായി. പിന്നെ വെറും ബിരിയാണി റൈസ് കൊടുത്ത് അവരെ സമാധാനിപ്പിച്ചു. ചിക്കൻ ബിരിയാണിക്കൊപ്പം ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. സാധനം അത്യാവശ്യം കൊള്ളാം. ചിക്കൻ ബിരിയാണിയുടെ മസാലയും അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മട്ടൻ ബിരിയാണിയെ പറ്റി പറയുമ്പോഴേക്കും മട്ടൻ വളരെ സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ മട്ടൻ ബിരിയാണിയാണ്. ഹാഫ് മട്ടൻ ബിരിയാണിയാണ് ഞാൻ മേടിച്ചത്. മട്ടൻ ബിരിയാണിയുടെ മട്ടൻ പീസൊക്കെ നല്ല വെൽ കുക്ക്ഡും നല്ല സോഫ്റ്റും ആയിരുന്നു. ബട്ട് മട്ടൻ ബിരിയാണിയിലെ റൈസിൽ തീരെ മസാല ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡേറ്റ്സ് അച്ചാർ, അത്യാവശ്യം നല്ല മധുരമുള്ളൊരു ഡേറ്റ്സ് അച്ചാർ, അതും പപ്പടമൊക്കെ കൂട്ടി നമ്മളത് കഴിച്ചു. ഒരു ലൈം ടീയും കൂടി മേടിച്ചായിരുന്നു. അങ്ങനെ ലൈം ടീ ഒക്കെ കുടിച്ച് മന്ദം ഞാൻ ആ ബിരിയാണി കഴിച്ചു. ബിരിയാണിയിൽ മസാല ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് ചിക്കൻ ബിരിയാണിയിൽ നിന്ന് മസാല എടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. ആ ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ പീസും കൂട്ടി ഞാൻ ആ ബിരിയാണി കഴിച്ചിട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇൻഫോസിസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സർവീസ് റോഡിലാണ് കൊച്ചിൻ റഹ്മാനിയുടെ സ്പോട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ഉണ്ട്. 1965 സ്റ്റാർട്ട് ചെയ്ത വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസാണിത്.